തായ്ലൻഡ് മ്യാൻമാർ അതിർത്തിയിൽ ജോലി തട്ടിപ്പിനിരയായ മലയാളികൾ ഉൾപ്പെടെ 283 പേരെ വിദേശകാര്യ മന്ത്രാലയം തിരികെ എത്തിച്ചു. തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിനീത വി.ജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, വിശദാംശങ്ങൾ എന്താണ് വിനീത? ടിക്ക് ഈ സൈബർ ഇടങ്ങളിലൂടെ അടക്കം ഈ ജോലി തട്ടിപ്പിന് ഇരയായിട്ടുള്ള ആളുകളെയാണ് ഇപ്പോൾ തിരികെ എത്തിച്ചിരിക്കുന്നത്. തായ്ലാന്റ് മ്യാൻമാർ അതിർത്തിയിൽ തട്ടിപ്പിന് ഇരയായവരെയാണ് തിരികെ എത്തിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മലയാളികൾ ഉൾപ്പെടെ 283 പേരെയാണ് ഇങ്ങനെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്നത്. ഈ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. തട്ടിപ്പിന് ഇരയായവരെല്ലാം വീണ്ടും തിരിച്ചെത്തിക്കാനുള്ള ശ്രമം തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സൈബർ പ്ലാറ്റ്ഫോമുകളിലൂടെ അടക്കം നിരവധി പേരാണ് ഇതിനോടകം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ജോലി വാഗ്ദാനം നേടി പോവുകയും അവിടെ പോയി തട്ടിപ്പിന് ഇരയാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ അവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ളവരെയാണ് തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. വിനീത, ഇതിൽ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു വിനീത? ടിക്കറ്റ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ 283 പേരെയാണ് തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതെന്നാണ്. ഇതിൽ മലയാളികൾ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. മലയാളികൾ ഉൾപ്പെടെയുള്ളവരുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വിനീത വി.ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.